ഹലോ ഗായ്സ്, ദിസ് ഇസ് മിസ്റ്റർ നാട്ടുകാരൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐഫോൺ ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം അറിയാമല്ലോ, സെപ്റ്റംബർ ക്വാഡ്രൻറ്റിൽ 4 പുതിയ ഐഫോണാണ് ഇറങ്ങുന്നത്. ഐഫോൺ 17, 17 എയർ, 17 പ്രോ, 17 പ്രോ മാക്സ്. അപ്പോൾ ഇതിനകത്ത് അവർ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ് 17 എയർ. ഏറ്റവും തിന്നസ്റ്റ് ഫോണായിട്ട് ആപ്പിളുകാർ അവകാശപ്പെടുന്ന ഫോണാണ് ഈ ഐഫോൺ 17 എയർ. അപ്പോൾ നമുക്കതറിയാം, ഇറങ്ങുമ്പോൾ അറിയാം. ഇപ്പം ചെറിയ എണ്ണൻ എടുക്കും, ഓടിച്ച് മടക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. 17 എയർ അത്രയും തിന്നായിട്ടൊരു ഫോൺ ഇറക്കുമ്പോഴത്തേക്കും ആപ്പിൾ അത്രയും സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി കൊടുക്കുമോ എന്നുള്ളതിനകത്ത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇപ്പം വേറെ ന്യൂസ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഐഫോൺ 17 ലൈനപ്പിനകത്ത് ചെറിയൊരു പ്രൈസ് ഹൈക്കുണ്ട്. ഇപ്പോഴത്തെ പഴയ മോഡലിനെ അപേക്ഷിച്ചിട്ട് 5,000-6,000 റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട്. ദാറ്റ്സ് അറൗണ്ട് 1,10,000 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിനവർ ആൻസർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 128 GB എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന മോഡൽസിനകത്ത്, പ്രോ മോഡൽസിനകത്ത് 256 GB തൊട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പഴയ ഓൾഡർ മോഡൽസിനകത്ത് എല്ലാ ചെറിയ ചെറിയ സ്റ്റോറേജ് എല്ലാം കളഞ്ഞ് ഇനി വലിയ സ്റ്റോറേജുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണോടെ ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഐഫോൺ 17 പുതിയ 12 MB ക്യാമറ എടുത്ത് കളഞ്ഞ് 24 MB വന്നു. അപ്പോൾ ഇനി എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് ക്വാളിറ്റി കൂടും, സ്റ്റോറേജ് ഭയങ്കരമാവും. നമുക്ക് 100-200 ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫില്ലാവും. കുഴപ്പമില്ല, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് അപ്ഗ്രേഡ്. പക്ഷേ റേറ്റ് ഇച്ചിരി കത്തി കേട്ടോ. ആപ്പിളാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ദെൻ അനദർ അപ്ഡേറ്റ് ഈസ് iOS 26 ഈ സെപ്റ്റംബർ ക്വാർട്ടറിൻ്റെ തന്നെ ഇറങ്ങുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് സപ്പോസ് ടു ബി ഓൺ ദ 3rd വീക്ക്. സെപ്റ്റംബർ 3rd വീക്കിലൊക്കെ ആയിരിക്കും എല്ലാ ഫോണുകളും കിട്ടുന്നത്. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് ഐഫോൺ 11 തൊട്ട് എബോവ് സീരീസുകൾക്ക് മാത്രമേ ഈ 26ൻ്റെ അപ്ഡേറ്റ് വരത്തുള്ളൂ. അതിനും പഴയ മോഡൽസിലൊന്നും ഇനിയും പ്രതീക്ഷിക്കണ്ട, ഒന്നും കിട്ടത്തില്ല. ഇനിയൊരു കുറച്ച് കാലത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും, അല്ലാതെ വേറെ അതും കഴിഞ്ഞ് അത് പോകും. ഇനി വേറെ അപ്ഡേറ്റ് ഒന്നും അതിനകത്ത് വരാനില്ല. ഞാൻ എന്താ പറയുക, എനിക്ക് ഈ ഒരു പുതിയ ലൈനപ്പിനകത്ത് നമ്മുടെ ഈ 26ൻ്റെ iOS 26ൻ്റെ അപ്ഡേറ്റിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് വന്നിട്ട് അതിൻ്റെ റിവ്യൂസ് ഞാൻ ഇട്ടേക്കാം. ഇതിപ്പം അതാണിപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ UI ചേഞ്ചും ഡിസൈൻ ചേഞ്ചും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പുതിയ ഫീച്ചറായിട്ടുള്ള നമ്മുടെ ഈ എന്താ പറയുക, വീഡിയോ പ്രൈവസി, അതായത് ഈ സെൻസേർഡ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സെൻസറിങ് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവന്മാരത് അപ്പോഴേ ബ്ലോക്ക് ചെയ്യും. സെൻസറിങ് പരിപാടി എന്താണെന്ന് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. എന്താ പറയുക, നമ്മുടെ ഈ കിഡിനകത്ത് സെൻസിറ്റീവ് കണ്ടൻ്റ് എന്നുള്ള വാണിങ് വരുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നോർമൽ വീഡിയോ കോളിനകത്ത് ഇനി വേറെ നഗ്നതാ പ്രദർശനമൊന്നും നടക്കാതല്ല. എല്ലാവരും മോണിറ്റർ ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അപ്പോഴേ അത് കാണിക്കും, വാണിങ് എഴുതി കാണിക്കൂടെ, ദിസ് വീഡിയോ ഇസ് അത് പരിപാടിയാണ്, പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അതാണ് പുതിയ അപ്ഡേറ്റുകൾ വരുന്നത്. ഐ എം എക്സ്പെഷ്യലി വെയിറ്റിംഗ് ഫോർ ദ iOS 26 അപ്ഡേറ്റ്. സോ സീ യു.